ഹായ് ഫ്രണ്ട്സ്, എല്ലാം കട്ട് ഓഫ് പ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വൊക്കാബുലറി ക്ലാസ് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മെസ്സേജൊക്കെ അതിൽ നിന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഇതിന്റെ കമന്റ് സെക്ഷനിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ക്ലാസ് ആണിത്. അപ്പോൾ ഇങ്ങനെ ഈ ചിത്രം കണ്ട് കഥയൊക്കെ കേട്ട് പഠിക്കുന്നെങ്കിൽ വൊക്കാബുലറി നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് വൊക്കാബുലറി കൂടി പഠിക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്, ബ്രിങ് ഹോം ദ ബേക്കൺ ആണ്. എൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് എനിക്കറിയില്ല. BACON ബേക്കൺ ആണെന്ന് തോന്നുന്നു. ബ്രിങ് ഹോം ദ ബേക്കണിന്റെ അർത്ഥം എന്താണ്? ഇത് ഒരാൾ ഒരു പന്നീനൊക്കെ എടുത്തിട്ട്, ബേക്കൺ ഉദ്ദേശിക്കുന്നത് ഈ പന്നീന്റെ ഒക്കെ ഇറച്ചിനെയാണ് ബേക്കൺ എന്ന് പറയാം. സോ ബ്രിങ് ഹോം ദ ബേക്കൺ എന്ന് വെച്ചാൽ ദ പേഴ്സൺ ഹു ഗോസ് ഔട്ട് ടു വർക്ക് ആൻഡ് ഏൺസ് മണി ഫോർ ഹിസ് ഫാമിലി. സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ജോലി എടുക്കുന്ന, പൈസ ഏൺ ചെയ്യുന്ന ആളെയാണ് ഈ ഒരു അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രിങ് ഹോം ദ ബേക്കൺ എന്ന് പറയുമ്പോൾ ഒരാളത് വീട്ടിലേക്ക് ക്രിസ്മസ് അപ്പൂപ്പനാന്ന് തോന്നുന്നത് വീട്ടിലേക്ക് ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലേ. സോ ഇതിങ്ങനെയുള്ള, അതായത് പേഴ്സൺ ഹു ഗോസ് ഔട്ട് ടു വർക്ക് ആൻഡ് ഏൺസ് മണി ഫോർ ഹിസ് ഫാമിലി, ജോലിക്ക് പോയിട്ട് തന്റെ കുടുംബം നോക്കുന്ന ആളെയാണ് എന്ത് പറയുന്നത്, ബ്രിങ് ഹോം ദ ബേക്കൺ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ബ്രിങ് ഹോം ദ ബേക്കൺ എന്ന് പറയുമ്പോൾ തന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. സോ വീട്ടിലേക്ക് എന്തോ കൊണ്ടുവരുന്നതാണ് അല്ലെ, ബ്രിങ് ഹോം ദ ബേക്കൺ ആണ്. സോ പേഴ്സൺ ഹു ഗോസ് ഔട്ട് ടു വർക്ക് ആൻഡ് ഏൺസ് മണി ഫോർ ഹിസ് ഫാമിലി, ജോലിക്ക് പോയിട്ട് വീട് നോക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രിങ് ഹോം ദ ബേക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ഇംഗ്ലീഷ് ഒരു എക്സ്പ്രഷൻ ആണ് ഫൈൻഡ് യുവർ ഫീറ്റ്. എന്താണ് ഫൈൻഡ് യുവർ ഫീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ടു റീച്ച് എ ലെവൽ ഓഫ് കംഫർട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളൊരു പുതിയ ജോലി സ്ഥലത്ത് എത്തുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ താമസ സ്ഥലത്ത് എത്തുകയാണെങ്കിലൊക്കെ നിങ്ങൾ ആ കാല് നിലത്തുറപ്പിക്കുക, അല്ലെങ്കിൽ മീൻസ് ഒരു സ്റ്റഡി ആവുക, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആവുക. ടു റീച്ച് എ ലെവൽ ഓഫ് കംഫർട്ടിനാണ് എന്ത് പറയുന്നത്, ഫൈൻഡ് യുവർ ഫീറ്റ് എന്ന് പറയുന്നത്. നിങ്ങളൊരു പുതിയ ഒരു അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പരിചയമാവുന്നതിന് ആ ഒരു അവസ്ഥയിൽ പറയുന്നതാണ് എന്ത്, ഫൈൻഡ് യുവർ ഫീറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫൈൻഡ് യുവർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എഴുതി വെക്കേണ്ടത് എന്താണ്, ടു റീച്ച് എ ലെവൽ ഓഫ് കംഫർട്ട്. ടു റീച്ച് എ ലെവൽ ഓഫ് കംഫർട്ട് ആണ് ഫൈൻഡ് യുവർ ഫീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. അടുത്തൊരു ഇംഗ്ലീഷ് എക്സ്പ്രഷൻ ആണ് കീപ് യുവർ ചിൻ അപ്പ്. എന്താണ് കീപ് യുവർ ചിൻ അപ്പ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ടു റിമെയിൻ ചിയർഫുൾ ഇൻ എ ഡിഫിക്കൽട്ട് ഓർ അൺപ്ലസന്റ് സിറ്റുവേഷൻ, അതായത് ഒരു മോശം അവസ്ഥയിലും നിങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, കീപ് യുവർ ചിൻ അപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ തല ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പുള്ളി അതിന്റെ മുകളിൽ കുറെ തലയിണൊക്കെ വെച്ച് അതിന്റെ മുകളിൽ തല വെച്ച് കാണുന്നില്ലേ. അതായത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ വളരെ ചിയർഫുൾ ആയിട്ട് പ്ലസന്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ടു കീപ് യുവർ ചിൻ അപ്പ് എന്ന് പറയും. കീപ് യുവർ ചിൻ അപ്പ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് എഴുതി വെക്കേണ്ടത് ടു റിമെയിൻ ചിയർഫുൾ ഇൻ എ ഡിഫിക്കൽട്ട് ഓർ അൺപ്ലസന്റ് സിറ്റുവേഷൻ. മോശം അവസ്ഥയിലും, ഇപ്പൊ നിങ്ങളോട് പലരോടും പലരും കടന്നു പോകുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ അതായിരിക്കാം, ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കാം. അപ്പൊ ആ സമയത്ത് നമ്മൾ പറയേണ്ടതാണ് എന്ത്, കീപ് യുവർ ചിൻ അപ്പ് അല്ല. കീപ് യുവർ ചിൻ അപ്പ് നമ്മൾ ഇന്നലെ പഠിച്ച പോലെ ഹാങ്ങിങ് ദെയർ ആണ്. നിങ്ങൾ അവിടെ ഹാങ്ങിങ് ദെയർ അവിടെ പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ കീപ് യുവർ ചിൻ അപ്പ്. ഓക്കെ, കീപ് യുവർ ചിൻ അപ്പ്. നമുക്ക് അടുത്തൊരു ഇത് നോക്കാം, ഇൻ ദ ബാക്ക്. ഇൻ ദ ബാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പൊ ഇത്തരം എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എങ്കിൽ കൂടി, കേട്ടില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എക്സാമിന് യാതൊരു ക്ലൂവും കിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ ദ ബാക്കിന്റെ അർത്ഥം പറയുന്നത് ടേണിങ് എ പ്രോഫിറ്റ് നോട്ട് ഇൻ ഡെപ്റ്റ്. അതായത് ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരാളോ സാമ്പത്തികമായി മുന്നേറി വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇൻ ദ ബാക്ക് എന്ന് പറയും. ഇവിടെ ഇപ്പം പിക്ചർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മിക്കാം. ഇപ്പൊ ഈ പിക്ചർ ഒന്ന് ഓർത്ത് വെക്കുക. ഇൻ ദ ബാക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു സാമ്പത്തികമായി മുന്നേറിക്കൊണ്ട് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇൻ ദ ബാക്ക് എന്ന് പറയുന്നത് അല്ലെ. തിരിച്ചു വന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇൻ ദ ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന്റെ ഇംഗ്ലീഷ് എഴുതി വെക്കേണ്ടത് എന്താണ്, ടേണിങ് എ പ്രോഫിറ്റ് നോട്ട് ഇൻ ഡെപ്റ്റ്. ടേണിങ് എ പ്രോഫിറ്റ് നോട്ട് ഇൻ ഡെപ്റ്റ് ആണ് എന്ത് പറയുന്നത്, ഇൻ എ ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ഇത് നോക്കാം. അത് ലോസ്റ്റ് അറ്റ് സീ എന്നാണ് പറയാ, ലോസ്റ്റ് അറ്റ് സീ. അപ്പോൾ ചിലത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് മനസ്സിലാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇദ്യമാണിത്, ലോസ്റ്റ് അറ്റ് സീ എന്ന് പറയുന്നത്. എന്താണ് ലോസ്റ്റ് അറ്റ് സീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലോസ്റ്റ് അറ്റ് സീ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൺഫ്യൂഷൻ, അല്ലെങ്കിൽ സംതിങ് ഈസ് കൺഫ്യൂസിങ്. അല്ലെങ്കിൽ നമുക്കറിയാം, ഒരു സീൽ അകപ്പെട്ടു പോയാൽ എന്തായിരിക്കും, പുള്ളിക്ക് മീൻസ് മൊത്തത്തിൽ എന്തായിരിക്കും, ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു അവസ്ഥയുമായിട്ട് സൂചിപ്പിക്കുന്നതാണ് എന്ത് പറയുന്നത്, സംതിങ് ഈസ് കൺഫ്യൂസിങ്. സംതിങ് ഈസ് കൺഫ്യൂസിങ്, അതാണ് ലോസ്റ്റ് അറ്റ് സീ എന്ന് പറയുന്നത്. ലോസ്റ്റ് അറ്റ് സീ എന്ന് പറയുന്നത് എന്താണ്, സംതിങ് ഈസ് കൺഫ്യൂസിങ്, അതാണ് എഴുതി വെക്കുക. ഓക്കെ, ലോസ്റ്റ് അറ്റ് സീ എന്ന് പറയുന്നത് സംതിങ് ഈസ് കൺഫ്യൂസിങ്. അടുത്ത് നോക്കാം, സെയിൽ ക്ലോസ് ടു ദ വിൻഡ്. സെയിൽ ക്ലോസ് ടു ദ വിൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ ഇതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, അല്ലെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. എന്താണ് സെയിൽ ക്ലോസ് ടു ദ വിൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെയിൽ ക്ലോസ് ടു ദ വിൻഡ് കൊണ്ട് അതിന്റെ മലയാള അർത്ഥം ഇതാണ്, നിങ്ങൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മീൻസ്
നിങ്ങളൊരു പരിധി വരെ ഒരു ലൈൻ ഓഫ് എല്ലാത്തിനും ഒരു ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ടാവുമല്ലോ. ആ ലൈൻ ഓഫ് കൺട്രോളിന് തൊട്ട് മുൻപ് വരെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനാണ് എന്ത് പറയുന്നത്, സെയിൽ ക്ലോസ് ടു ദ വിൻ. അത് കഴിഞ്ഞ ശേഷം ചെയ്താൽ ഇനി അപ്പുറത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലീഗലായിട്ടുള്ള പ്രശ്നമാവും, അത് ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമാവുന്ന ഇതായിരിക്കും. അപ്പോൾ ഒരു ലിമിറ്റിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, സെയിൽ ക്ലോസ് ടു ദ വിൻ. അതായത് നമ്മുടെ ഇപ്പൊ ജീവിതത്തിലൊക്കെ നമുക്കറിയാം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള നമുക്ക് എപ്പോഴും പല കൂട്ടുകാരോട് നമ്മൾ പറയില്ലേ, ഒരു പരിധിക്കപ്പുറം ചെയ്യരുത് അല്ലെങ്കിൽ ഒരു പരിധി വിട്ട് കളിക്കരുത് എന്നൊക്കെ പറയാറില്ലേ. ആ പരിധിയെ സൂചിപ്പിക്കുന്നതാണ് എന്ത് പറയുന്നത്, സെയിൽ ക്ലോസ് ടു ദ വിൻഡ്. സെയിൽ ക്ലോസ് ടു ദ വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സെയിൽ ക്ലോസ് ടു ദ വിൻഡ് എഴുതി വെക്കണം എന്താണ്, ഡു സംതിങ് ദാറ്റ് ഈസ് ഡേഞ്ചറസ് ഓർ ഓൺലി ജസ്റ്റ് ലീഗൽ. അപ്പൊ അത് കഴിഞ്ഞ ശേഷം എന്തായിരിക്കും, അത് ഇല്ലീഗലായി മാറും. അപ്പൊ അതാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, അടുത്തത് മേക്ക് എ മൗണ്ടെയിൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ. മേക്ക് എ മൗണ്ടെയിൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. ആ ഒരു എന്താണ് ഏകദേശം അർത്ഥം നമുക്ക് ഓപ്ഷൻസ് വായിക്കുമ്പോൾ കിട്ടുമായിരിക്കും. മേക്ക് എ മൗണ്ടെയിൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ വരെ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു അൺഇമ്പോർട്ടൻ്റ് ആയ ഇഷ്യൂ ഒരു വലിയ പ്രോബ്ലം ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മേക്ക് എ മൗണ്ടെയിൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്ന് പറയുന്നത്. മേക്ക് എ മൗണ്ടെയിൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്ന് പറയുന്നത് ഒരു ചെറിയ മേക്കിംഗ് എ സ്മോൾ അൺഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ഇൻ ടു എ ബിഗ് പ്രോബ്ലം. മേക്കിംഗ് എ സ്മോൾ അൺഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ഇൻ ടു എ ബിഗ് പ്രോബ്ലം. ഒരു ചെറിയ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ഒരു വലിയ പ്രോബ്ലം ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു മേക്കിംഗ് എ മൗണ്ടെയിൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്ന് പറയുന്നത്. മേക്കിംഗ് എ സ്മോൾ അൺഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ഇൻ ടു എ ബിഗ് പ്രോബ്ലം. ഒരു വലിയ പ്രോബ്ലം ആക്കി ഒരു ചെറിയ ഇഷ്യൂവിനെ മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മേക്കിംഗ് എ മൗണ്ടെയിൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഗെയിൻ ഗ്രൗണ്ട്. എന്താണ് ഗെയിൻ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ അതിന്റെ മലയാളം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കളം പിടിക്കുക എന്നാണ് അതിന്റെ മലയാളത്തിൽ വരിക. എന്താണ് ഗെയിൻ ഗ്രൗണ്ടിന്റെ മലയാളം എന്ന് വരുന്നത്, കളം പിടിക്കുക. എന്താണ് കളം പിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു വിപണിയിൽ രണ്ട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരാൾ ഒരു പുതിയ തന്ത്രങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് ആ വിപണി കീഴടക്കിയാണ്, മറ്റേ കമ്പനിയേക്കാൾ ഒരുപാട് മുൻപോട്ട് പോവുകയാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു എക്സാമ്പിളാണ് ഇത്. നമ്മുടെ ജിയോ സിം ഇവിടെ വരുമ്പോൾ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. നമ്മുടെയൊക്കെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു മാസം ഒരു GB ഒക്കെ യൂസ് ചെയ്ത കാലം നമുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആവശ്യം കഴിഞ്ഞ ഉടനെ മൊബൈൽ ഡാറ്റയൊക്കെ ഓഫ് ആക്കി കിടക്കും നമുക്കറിയാം. ഇപ്പം നമ്മൾ ആരും നമ്മുടെ മൊബൈൽ ഡാറ്റ ഓഫ് ആക്കാറില്ല. എല്ലാം അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആരും ഓഫ് ആക്കാറില്ല. അപ്പൊ ആ സമയത്തേക്കാണ് ജിയോ വന്നിട്ട് ഒരുപാട് ഓഫറൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടെലികോം ഇൻഡസ്ട്രി മൊത്തമായിട്ട് എന്ത് ചെയ്യും, അവർ ആ കളം പിടിച്ചു അല്ലെ. ആ ടെലികോം ഇൻഡസ്ട്രി മൊത്തമായിട്ട് അവർ പിടിച്ചെടുത്തു. അതിനാണ് എന്താ പറയുക, ഗെയിൻ ഗ്രൗണ്ട് എന്ന് പറയാം. അതിനാണ് എന്താ പറയുക, ഗെയിൻ ഗ്രൗണ്ട്. ഗെയിൻ ഗ്രൗണ്ടിൽ എഴുതി വെക്കേണ്ടത് എന്താണ്, ബിക്കം മോർ പോപ്പുലർ ഓർ അക്സെപ്റ്റഡ് ആണ്. ബിക്കം മോർ പോപ്പുലർ ഓർ അക്സെപ്റ്റഡ് എന്നാണ് നമ്മൾ എഴുതി വെക്കണം. ഓക്കെ, ബിക്കം മോർ പോപ്പുലർ ഓർ അക്സെപ്റ്റഡ്. ബിക്കം മോർ പോപ്പുലർ ഓർ അക്സെപ്റ്റഡ് ആണ് ഗെയിൻ ഗ്രൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. വാക്കിംഗ് ഓൺ എയർ. വാക്കിംഗ് ഓൺ എയറും നിങ്ങൾക്ക് മലയാളം പറയുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾ പറയല്ലേ, അത് അറിഞ്ഞേ പിന്നെ ഇപ്പോൾ PSCയുടെ ഒക്കെ റിസൾട്ട് വന്നേ പിന്നെ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന LDC റിസൾട്ട് അറിഞ്ഞേ പിന്നെ എന്ത് ചെയ്യാണ്, നിലത്തൊന്നും അല്ല എയറിലാണെന്നൊക്കെ. പക്ഷെ എയറിലാണെന്ന് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ ഉപയോഗിക്കുന്ന എയർ എന്താണ്, നമ്മൾ ഒരാളെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞു, ഒരു പൊട്ടത്തരങ്ങളോ ഒരു അബദ്ധമൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേ എയർ കയറുണ്ട്. പക്ഷെ ആ എയർ അല്ല ഇവിടെ എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാകുമ്പോൾ ആൾക്കാർ പറയാറില്ലേ, എന്താണ് അവനിപ്പോൾ എയറിലൊന്നല്ല, മീൻസ് അവനിപ്പോൾ നിലത്തൊന്നല്ല, മീൻസ് അങ്ങനല്ല, അവനിപ്പോൾ എയറിലാണ്, മീൻസ് അവനിപ്പോൾ നിലത്തൊന്നല്ല, വളരെ സന്തോഷത്തിലാണെന്ന് പറയാറില്ലേ. അതിനാണ് എന്ത് പറയുന്നത്, വാക്കിംഗ് ഓൺ എയർ എന്ന് പറയുന്നത്. അതിനാണ് വാക്കിംഗ് ഓൺ എയർ എന്ന് പറയുന്നത്. ഫീൽ എക്സ്ട്രീംലി ഹാപ്പി. എഴുതി വെക്കേണ്ടത് ഇങ്ങനെയാണ്, വാക്കിംഗ് ഓൺ എയർ എന്ന് പറയുമ്പോൾ ഫീൽ എക്സ്ട്രീംലി ഹാപ്പി, വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നതിനാണ് നമ്മൾ വാക്കിംഗ് ഓൺ എയർ എന്ന് പറയുന്നത്. ഓക്കെ, വാക്കിംഗ് ഓൺ എയർ എന്നാണ് എഴുതി വെക്കേണ്ടത്, ഫീൽ എക്സ്ട്രീംലി ഹാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. മെനി മൂൺസ് എഗോ എന്ന് പറയുന്ന എക്സ്പ്രഷൻ എന്താണ്, മെനി മൂൺസ് എഗോ എന്ന് വെച്ചാൽ വളരെ കാലം മുമ്പ്, എ ലോങ് ടൈം എഗോ എന്നാണ് അതിനകത്ത്. ഓക്കെ, മെനി മൂൺസ് എഗോ എന്ന് വെച്ചാൽ എന്താണ്, എ ലോങ് ടൈം എഗോ. മെനി മൂൺസ് എഗോ എന്നതിന്റെ അർത്ഥം എന്താണ്, എ ലോങ് ടൈം എഗോ, പഴയ കാര്യം അല്ലെ. ഒരു നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ ചില ആൾക്കാർ ഇടിയമായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്, മെനി മൂൺസ് എഗോ. അല്ലെങ്കിൽ നിങ്ങൾ essay ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മെനി മൂൺസ് എഗോ എന്ന് വെച്ചാൽ പഴയ കാലം, എ ലോങ് ടൈം എഗോ എന്നാണ് പറയുന്നത് അല്ലേ. നമുക്ക് അടുത്ത ഒരു ഇപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചത് ഇംഗ്ലീഷിന്റെ പ്രധാനപ്പെട്ട എക്സ്പ്രഷൻസ് ആണ്, ഇഡിയംസ് ആണ്. നമ്മൾ ഇനി അതിന്റെ കുറച്ച് വാക്കുകൾ, വളരെ PSC SSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള വാക്കുകളും അതിന്റെ അർത്ഥവും നമുക്കൊന്ന് പഠിച്ചു പോകാം. അപ്പോൾ സ്പിറ്റ് എന്ന് പറയാം, SPIT, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ സ്പിറ്റ് ആണെന്ന് തോന്നുന്നു. സ്പിറ്റ് എന്ന് വെച്ചാൽ ഇൽ വിൽ ഓർ ഹേട്രഡ് ദാറ്റ് ടേക്സ് ദ ഫോം ഓഫ് ബീങ് ഇറിറ്റേറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ്, ഓർ ഒഫെൻസീവ് എന്ന് പറയും. അല്ലെങ്കിൽ ഈസി ആയിട്ട് പറഞ്ഞാൽ എ ഡിസയർ ടു ഹേർട്ട്. ഓക്കെ, ഒരാളെ ഉപദ്രവിക്കാനുള്ള എന്താണ്, മീൻസ് ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ ഇതിനെയാണ് പറയുന്നത് സ്പിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പിറ്റ് എന്ന് വെച്ചാൽ ഒരു ഡിസയർ ടു ഹേർട്ട് ആണ്, ഡിസയർ ടു ഹേർട്ട്. ഇവിടെ ഒരു സെന്റൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഷി വുഡ് തിങ്ക് ഐ വാസ് സേയിങ് ഇറ്റ് ഔട്ട് ഓഫ് സ്പൈറ്റ്.
സ്പിറ്റ് എന്ന് ഞാൻ മീൻസ് പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് അറിയില്ല, SPIT ആണ്. ഷി വുഡ് തിങ്ക് ഐ വാസ് സേയിങ് ഇറ്റ് ഔട്ട് ഓഫ് സ്പിൻ. ഞാൻ അവളെ ഉപദ്രവിക്കാനുള്ള ഇതുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാകാം. അതിനാണ് എന്ത് പറയുന്നത് സ്പിറ്റ് എന്നത്, SPIT. ഇൽ വിൽ, അതായത് ഒരു എന്താണ് ഒരാളെ ഉപദ്രവിക്കാനുള്ള ഒരു ആഗ്രഹത്തിനൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത് സ്പിൽ വിൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തത് പൊസ്റ്റീരിറ്റി ആണ്. പൊസ്റ്റീരിറ്റി, POSTERTY. അപ്പൊ ഇതും നിങ്ങൾ നമ്മുടെ സ്പെല്ലിംഗ് ടെസ്റ്റിനൊക്കെ ഓർത്തിരിക്കുക. POSTERTY. പോസ്റ്റീരിറ്റി ആണ് ഓൾ ഫ്യൂച്ചർ ജനറേഷൻസ് ഓഫ് പീപ്പിൾ എന്ന് പറയുക. ഓൾ ഫ്യൂച്ചർ ജനറേഷൻസ് ആണ് അതിന്റെ അർത്ഥം. എന്താണ് ഓൾ ഫ്യൂച്ചർ ജനറേഷൻസ്, ഇനി വരുന്ന എല്ലാ ഫ്യൂച്ചർ ജനറേഷൻസും. ഓൾ ഫ്യൂച്ചർ ജനറേഷൻസ് ഓഫ് പീപ്പിൾ ആണ് ഇത് പോസ്റ്റീരിറ്റി എന്ന് പറയുന്നത്. ഓൾ പീപ്പിൾ, all future generations of people ആണിത് posterity, POSTERTY എന്ന് പറയുന്നത് അല്ലേ. അടുത്തത് ഡിലൻറ്റെ ആണ്. ഡിലൻറ്റെ എന്താണ് ഡിലൻറ്റെ? DILETTANTE. സ്പെല്ലിംഗ് ടെസ്റ്റിൽ ഓർത്ത് വെക്കുക. DILETTANTE. ഓക്കെ, ഡിലൻറ്റെ എന്ന് വെച്ചാൽ എ പേഴ്സൺ ഹു എൻഗേജ് ഇൻ എൻ ആക്ടിവിറ്റി വിത്തൗട്ട് എനി സീരിയസ് ഇന്റൻഷൻസ്. അതായത് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നോളജ് ഒന്നും ഇല്ലാത്ത ഒരാൾ ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നതിനാണ് എന്താ പറയുന്നത് ഒരു ഡിലൻറ്റെ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഡിലൻറ്റെ പറയുന്നത്? ഹു എൻഗേജസ് ഇൻ ആൻ ആക്ടിവിറ്റി വിത്തൗട്ട് സീരിയസ് നോളജ്. ഒരു പ്രോപ്പറായിട്ട് നോളജ് ഇല്ലാതെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആളെയാണ് എന്ന് പറയുന്നത് ഡിലൻറ്റെ എന്നത്. ഇപ്പൊ ഇവിടെ ഒരു ഡോക്ടർ നോക്കൂ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരുന്നിട്ടാണ് പുള്ളി അത് സംശയം തീർക്കുന്നത്. അത് തീർത്തിട്ടാണ് പുള്ളി പഠിക്കാനിരിക്കുന്നത്. ഓക്കെ, അടുത്തത് പ്ലമ്മറ്റ് ആണ്. പ്ലമ്മറ്റ് സ്പെല്ലിംഗ് ഓർത്ത് വെക്കുക. PLUMMET. പ്ലമ്മറ്റ്. PLUMMET എന്ന് വെച്ചാൽ എന്താണ്? പ്ലമ്മറ്റ് ആണ്. പ്ലമ്മറ്റ് എന്ന് വെച്ചാൽ PLUMMET സ്പെല്ലിംഗ്. പ്ലമ്മറ്റ് എന്ന് വെച്ചാൽ ഡ്രോപ്പ് ഷാർപ്പ്ലി ആൻഡ് ക്വിക്കലി. അതായത് ഡ്രോപ്പ് ഷാർപ്പ്ലി ആൻഡ് ക്വിക്കലി, പെട്ടെന്നുണ്ടാവുന്ന വീഴ്ചയാണ് നമ്മൾ എന്താ പറയുന്നത് പ്ലമ്മറ്റ് എന്ന് പറയുന്നത്. പ്ലമ്മറ്റ് എന്ന് വെച്ചാൽ ഡ്രോപ്പ് ഷാർപ്പ്ലി ആൻഡ് ക്വിക്കലി ആണിത് പ്ലമ്മറ്റ്. ദ സ്റ്റോക്ക് മാർക്കറ്റ് പ്ലമ്മറ്റഡ് എന്ന് പറയും. ഓക്കെ, ദ സ്റ്റോക്ക് മാർക്കറ്റ് പ്ലമ്മറ്റഡ് എന്ന് പറയും. PLUMMETED എന്നാണ് വരുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് പ്ലമറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സോംബർ ആണ്. സോംബർ PSC അടക്കം ചോദിച്ചിട്ടുള്ള ഒരു SSC പ്രീവിയസ് ആണ്. സോംബർ എന്താണ്? ഗ്ലൂമി ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷമത്തോടെ ഇരിക്കുന്നത്. സോംബർ മൂഡ് എന്ന് വെച്ചാൽ വളരെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഗ്ലൂമി ആയിട്ടുള്ള ഒരു മൂഡിനെയാണെന്ന് പറയുന്നത്. ഷീസ് സോംബർ ഇൻ മൂഡ്, അല്ലെങ്കിൽ സോംബർ മൂഡ് എന്നൊക്കെ നമ്മുടെ ഒറ്റ വാക്കിൽ പറയും. സോംബർ മൂഡ് എന്ന് വെച്ചാൽ വളരെ ഗ്ലൂമി ആയിട്ടുള്ള മൂഡിനാണ് നമ്മൾ എന്ത് സോംബർ മൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ചെറിയ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനാണ് നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ 10-15 മിനിറ്റിനകത്ത് നിൽക്കുന്ന വീഡിയോസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മുമ്പ് കണ്ടതുപോലെ തന്നെ ഈ വീഡിയോയും കാണുക. നമ്മുടെ LDC അതുപോലെ ഡിഗ്രി പ്രിലിംസിനൊക്കെ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കാണാൻ പറ്റും. ഇത് റിവിഷൻ ക്ലാസ് ആണ്. റിവിഷൻ ക്ലാസ് കൊണ്ട് ഡീറ്റെയിൽഡ് ആയിരിക്കില്ല, നിങ്ങൾ പെട്ടെന്ന് കണ്ടു തീർക്കേണ്ട ക്ലാസ് ആണ്. അപ്പോൾ എന്തായാലും ഈ എക്സാം വരുമ്പോഴേക്കും നമ്മൾ എല്ലാ ടോപ്പിക്സ് ഇതുപോലെ റിവിഷൻ ചെയ്ത് കഴിയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. താങ്ക്